പരിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ശഅബാൻ 29. സൂര്യാസ്തമയത്തിന് ശേഷം 26 മിനിറ്റോളം ചന്ദ്രൻ മാനത്തുള്ളതുകൊണ്ട് തന്നെ മാസം കാണാൻ സാധ്യതയുണ്ട് എന്ന് ഹിലാൽ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. മാസം കാണുകയാണെങ്കിൽ ഹിലാൽ കമ്മിറ്റി അറിയിക്കാൻ വേണ്ടിയുള്ള അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. റമദാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പരിശുദ്ധ റമദാനിൽ പരിശ്രമിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉണർത്താനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ റമദാൻ മാസം ആഗതമായി കഴിഞ്ഞാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വഉല്ലിഖത് അബ്വാബുൽ ജഹന്നം, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും. വസുഫിലത്തി ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടും, ചങ്ങലക്കിടപ്പെടും. ഈ 3 കാര്യങ്ങൾ റമദാൻ മാസമായി കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ 3 കാര്യങ്ങൾ റമദാനിന്റെ അപ്പുറത്തേക്കും നിലനിൽക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്, പോരാട്ടമാണ്, യത്നമാണ് യഥാർത്ഥത്തിൽ റമദാനിന്റെ ഒരു മാസം എന്ന് നാം മനസ്സിലാക്കുക. റമദാനിൽ നാം നോമ്പെടുക്കുന്നത്, ഖുർആൻ ഓതുന്നത്, ദിക്ർ ചൊല്ലുന്നത്, ദുആ ചെയ്യുന്നത്, തറാവീഹ് നമസ്കരിക്കുന്നത്, സദഖ നൽകുന്നത്, സകാത്ത് കൊടുക്കുന്നത്, എല്ലാം എന്തിനു വേണ്ടിയാണ്? സ്വർഗ്ഗപ്രവേശനത്തിന് വേണ്ടിയാണ്, നരകമോചനത്തിന് വേണ്ടിയാണ്. ജീവിതത്തിൽ അവിടവിടങ്ങളിലായി പിശാച് കുഴിച്ചു വെച്ച ചതിയുടെയും വഞ്ചനയുടെയും കുഴികളിൽ നിന്ന് എന്നേക്കും രക്ഷ നേടുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്രവേശനത്തിന് നമ്മെ അങ്ങേയറ്റം ആഗ്രഹിപ്പിക്കുന്ന തരത്തിലുള്ള പല വചനങ്ങളും പറഞ്ഞിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാം, അല്ലാഹു പറയാൻ, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ, അവരുടെ ഹൃദയങ്ങളിലുള്ള, അവരുടെ നെഞ്ചകങ്ങളിലുള്ള എല്ലാ വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും നാം ഊരിയെടുക്കുന്നതാണ്, അതെല്ലാം എടുത്തു കളയുന്നതാണ്. തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ അവർ ആയിത്തീരുന്നതാണ്. വഖാലു, എന്നിട്ടവർ പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതിയും, പടച്ചറബിനാകുന്നു സർവ്വസ്തുതിയും. അല്ലദീ, എങ്ങനെയുള്ള റബ്ബ്, ഹദാനാ ലിഹദാ, ഈ ഒരു മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തിച്ച ഞങ്ങളുടെ റബ്ബിനാകുന്നു സർവ്വസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു ഞങ്ങളെ വഴി കാണിച്ചിട്ടില്ല എങ്കിൽ ഈ വഴിയിലേക്ക് ഒരിക്കലും ഞങ്ങൾ എത്തിപ്പെടുമായിരുന്നില്ല. ലഖദ് ജാഅത് റസൂലു റബ്ബിനാ ബിൽ ഹഖ്, അല്ലാഹുവിന്റെ ദൂതന്മാർ, ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൂതന്മാർ സത്യവുമായി ഞങ്ങളിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ നിർമാർഗത്തിൽ എത്തിപ്പെടുമായിരുന്നില്ല, ഈ സ്വർഗ്ഗത്തിൽ എത്തിപ്പെടുമായിരുന്നില്ല. വനൂദൂ അൻ തിൽകുമുൽ ജന്നതു ഊരിതുമൂഹാ ബിമാ കുൻതും തഅമലൂൻ, അവരോട് വിളിച്ചു പറയപ്പെടുകയാണ്, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണം, നിങ്ങൾ പരിശ്രമിച്ചത് കാരണം അല്ലാഹു ഇതാ നിങ്ങൾക്ക് ഈ സ്വർഗ്ഗം അനന്തരമായി തന്നിരിക്കുകയാണ്. സൂറത്തുൽ മുഹമ്മദിൽ നമുക്ക് കാണാം, മഥലുൽ ജന്നത്തില്ലതി വഅദൽ മുത്തഖൂൻ, മുത്തഖികളായ ആളുകൾ പ്രധാനുഷ്ഠാനത്തിന്റെ റമദാൻ മാസത്തിലെ പ്രവർത്തനത്തിന്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് തഖ്വ നേടിയെടുക്കുക എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അതിന്റെ ലക്ഷ്യം എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറിയേക്കാം. അങ്ങനെ സൂക്ഷ്മതയുള്ളവരായി മാറിയാൽ, മുത്തഖികളായി മാറിയാൽ കിട്ടാൻ പോകുന്ന ഗുണം എന്താണ്? മഥലുൽ ജന്നത്തില്ലതി വഅദൽ മുത്തഖൂൻ, മുത്തഖികളായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ഒരിക്കലും നിറഭേദം വരാത്ത
ഒരിക്കലും നിറം മങ്ങിപ്പോകാത്ത, ഒരിക്കലും രുചി നഷ്ടപ്പെട്ടു പോകാത്ത തെളിനീരിന്റെ ഉറവകളുള്ള സ്വർഗമാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ഒരിക്കലും രുചിഭേദം സംഭവിക്കാത്ത പാലിന്റെ ഉറവകളുള്ള, പാലിന്റെ നദികളുള്ള സ്വർഗമാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. കുടിക്കുന്നവർക്ക് ഗുണമുണ്ടാകുന്ന, ആസ്വാദനമുണ്ടാകുന്ന ഉറവകൾ കൊണ്ടാണ് അല്ലാഹു അവർക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ളത്. കടഞ്ഞെടുക്കപ്പെട്ട തേനിന്റെ അരുവികളാണ് അല്ലാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. വലഹും ഫീഹാ മിൻ കുല്ലി തമറാത്ത്, ആ സ്വർഗ്ഗത്തിൽ എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവരെ കാത്തിരിക്കുന്നുണ്ട്. വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്തും പാപമോചനവും അവരെ കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ വാഖിഅ നാം പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ സൂറത്തുൽ വാഖിഅയുടെ 6-ാമത്തെ 7-ാമത്തെ ആയത്ത് തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകുൻതും മസ്വാജൻ സലാത, മാലോകര് മുഴുവൻ 3 ഇണകളായി തിരിയുന്നതാണ്, 3 വിഭാഗങ്ങളായി തിരിയുന്നതാണ്. അതിലൊന്നാമതായി പറയപ്പെട്ടത് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാരാണ് ഒന്നാമത്തെ വിഭാഗം. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, രണ്ടാമത്തേത് ഇടതുപക്ഷക്കാരാണ്. വസ്സാബിഖൂന അസ്സാബിഖൂൻ, മൂന്നാമത്തെ വിഭാഗം ഇടതുകാരുമല്ല വലതുകാരുമല്ല, മുൻകടക്കുന്നവരാണ്. ഈ 3 വിഭാഗങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ട് അതിൽ അവസാനം പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ ഈ റമദാന്റെ പരിശ്രമം. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലാഹു പറയാൻ, ഉലൈകൽ മുഖറബൂൻ, അവർ സാമീപ്യം നേടിയവരാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിന്റെ സ്നേഹവും ഇഷ്ടവും പ്രീതിയും തൃപ്തിയും നേടിയെടുത്തവരാണ്. അവരെവിടെയാണ് ഉണ്ടാവുക? ഫീ ജന്നാത്തിൻ നഈം, നഈം എന്ന സ്വർഗ്ഗത്തിലായിരിക്കും അവരുണ്ടാവുക. തുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ ഒരു വലിയ വിഭാഗം ആ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതാണ്. വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്ന് വളരെ ചെറിയൊരു വിഭാഗം മാത്രമേ ആ സ്വർഗ്ഗത്തിലേക്ക് പോകുകയുള്ളൂ. സ്വർഗ്ഗത്തിലെ ഉയർന്ന ദറജയുടെ വിഭാഗത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിൽ പിൻഗാമികളിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. എന്താ അതിന്റെ കാരണം? പിൻഗാമികളിലാണ് നിഷേധത്തിന്റെ, കുഫറിന്റെ, കളവാക്കലിന്റെ തിരമാലകൾ ഉണ്ടാകാൻ പോകുന്നത്, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പിൻഗാമികളിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പുതിയ തലമുറ പരലോകത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കാൻ, സ്വർഗത്തെയും നരകത്തെയും എല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കാൻ, സ്വർഗവും നരകമെല്ലാം ഔട്ട് ഓഫ് ഫാഷൻ, അതൊന്നും ചിന്തിക്കേണ്ട സംഗതികളല്ല, അതൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ എന്ന ചിന്തകളിലേക്ക്, അപകടകരമായ ദുരന്തപൂർണമായ ചിന്തയിലേക്ക് പുതിയ തലമുറ പോവാൻ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഖലീലും മിനൽ ആഖിരീൻ, ഈ പറയുന്ന ചിന്താഗതികളുടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ സ്വർഗത്തിന്റെ ഉന്നത ദറജയായ സാബിഖൂനിൽ എത്തിപ്പെടുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. എന്നിട്ട് ആ സാബിഖൂനായ ആളുകൾ ആ സ്വർഗത്തിന്റെ ഓരോ സുഖാനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്തു പറയുകയാണ്. അല്ലാഹു പറയുന്നു, അലാ സുറുറിൻ മൗദൂന, മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും അവർ. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, അവർ ആ കട്ടിലുകളിൽ ചാരിയിരുന്നുകൊണ്ട് പരസ്പരം അഭിമുഖമായിരിക്കുന്നവരായിരിക്കും. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അനശ്വരത നൽകപ്പെട്ട, നിത്യജീവിതം നൽകപ്പെട്ട കുട്ടികൾ അവരെ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ, പാനപാത്രങ്ങളും കൂജകളും കോപ്പകളുമായി സദാ അവരെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, അത് കുടിക്കുന്നതിലൂടെ അവർക്കൊരു തലവേദനയോ മത്തോ ബാധിക്കുകയില്ല. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർ തിരഞ്ഞെടുക്കുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ അവരെ അവിടെ കാത്തിരിക്കുന്നുണ്ടാകും. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പക്ഷിമാംസങ്ങൾ അവർക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. വഹൂറുൻ ഐനുൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, സംരക്ഷിച്ചു വെക്കപ്പെട്ട പവിഴങ്ങൾ പോലെയുള്ള
ഇണകളും അവർക്ക് ആ സ്വർഗ്ഗത്തിലുണ്ടായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവരുടെ സദ്വൃത്തിയുടെ, അവരുടെ സൽഗുണത്തിന്റെ, അവരുടെ അമലിന്റെ, അവരുടെ പരിശ്രമത്തിന്റെ, അവരുടെ യത്നത്തിന്റെ ഫലമായിട്ട് അവർക്ക് നൽകപ്പെട്ടതാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ. അവിടെ വെച്ച് നിരർത്ഥകമായതോ മോശമായതോ ഒന്നും തന്നെ അവർ കേൾക്കുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സമാധാനം സമാധാനം എന്ന വചനമല്ലാതെ അവരവിടെ കേൾക്കുകയില്ല. ഇതെല്ലാം മുഖറബുകളായ അള്ളാഹുവിന്റെ സാബിഖുകളായ അടിമകൾക്ക് പറഞ്ഞതാണ്. നഈം എന്ന് പറയുന്ന ഉന്നതമായ സ്വർഗ്ഗം അള്ളാഹുവിൽ സാമീപ്യം നേടിയ അടിമകൾക്ക് പടച്ചറബ് വാഗ്ദാനം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ റമദാൻ മാസത്തിൽ ഈ ഒരു കാറ്റഗറിയിൽ പെടാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. നമസ്കാരത്തിന്റെ വിഷയമെത്തിയാൽ അവിടെ നാം മുൻപന്തിയിൽ ഉണ്ടാകണം. വ്രതാനുഷ്ഠാനത്തിന്റെ വിഷയത്തിലെത്തിയാൽ അവിടെയും നാം മുൻപന്തിയിൽ ഉണ്ടാകണം. സ്വതക്കയുടെ വിഷയമെത്തിയാൽ അവിടെയും നാം മുൻപന്തിയിൽ ഉണ്ടാകണം. സ്വബറിന്റെ വിഷയമെത്തിയാൽ അവിടെയും നാം മുൻപന്തിയിൽ ഉണ്ടാകണം. ഏത് വിഷയമെടുത്താലും, ദീനിന്റെ ഏത് കർമ്മത്തിന്റെ വിഷയങ്ങൾ എടുത്താലും അവിടെയെല്ലാം അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും ആഗ്രഹിച്ചുകൊണ്ട് മുൻപന്തിയിൽ ഉണ്ടാകാൻ നമുക്ക് സാധിക്കേണ്ടതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള സ്വർഗ്ഗത്തിൽ 100 ദറജകളുണ്ട്. ഒരു ദറജയും അടുത്ത ദറജയും തൊട്ടുമുള്ള ദറജയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയുമോ? ഈ 2 ദറജകൾ തമ്മിൽ ആകാശഭൂമികൾ തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിൽ താഴ്ന്ന ദറജയിലുള്ള ചില ആളുകൾ, ചില മനുഷ്യരത ആഗ്രഹിച്ചു പോകുകയാണ്. ഈ ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ സജ്ജമായിരുന്നെങ്കിൽ, ഈ ദുനിയാവിൽ ഒരുപാട് രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ ഈ സ്വർഗ്ഗത്തിലെ ഉന്നത ദറജകൾ നേടാൻ നമുക്ക് സാധിക്കുമായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്ന സ്വർഗ്ഗത്തിന്റെ ചെറിയ ദറജകളിലുള്ള മനുഷ്യരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സാബിഖുകളിൽ പെടാത്ത അതിന്റെ തൊട്ട് താഴെപ്പെട്ടവരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. വലതുപക്ഷക്കാർ അവർ സാബിഖുകളോളം ഉയരത്തിലെത്തുകയില്ല. അവർക്കുമുള്ള അനുഗ്രഹങ്ങൾ അവർ എവിടെയാണ് ഉണ്ടാവുക? ഫീ സിദ്രിൻ മഖ്ദൂദ്. മുള്ളില്ലാത്ത ഇലന്ത മരത്തിലായിരിക്കും. വതൽഹിൻ മൻദൂദ്. തിങ്ങി നിറഞ്ഞ വാഴത്തോപ്പുകളിലായിരിക്കും. വദുല്ലിൻ മംദൂദ്. വിശാലമായി നീട്ടിവിരിക്കപ്പെട്ട തണലുകളിലായിരിക്കും. വമാഇൻ മസ്കൂബ്. ഒരിക്കലും നിർത്താതെ ഒഴുകുന്ന അരുവികളിലായിരിക്കും. വഫുർഷിൻ മർഫൂഅ. ഉയർത്തിവിരിക്കപ്പെട്ട പരവതാനികളിലായിരിക്കും. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ فجعلناهن أبكارا عربا أترابا لأصحاب اليمين. അവർക്ക് അവിടെയുള്ള ഇണകളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള സൃഷ്ടിപ്പാണ് ആ ഇണകൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? പരിശുദ്ധ റമദാനിൽ തുറന്നു വെക്കപ്പെട്ട സ്വർഗ്ഗത്തിന്റെ വാതിലിലൂടെ നാം കടക്കേണ്ടതുണ്ടെന്ന റബ്ബിന്റെ അതിയായ ആഗ്രഹത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം റമദാനിൽ അടക്കപ്പെട്ട നരകത്തിന്റെ വാതിൽ ഇനി ഒരിക്കലും നമ്മുടെ മുന്നിൽ തുറക്കപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആരാണ് ഇടതുപക്ഷക്കാർ? അല്ലാഹു പറയാൻ, ആരാണ് ഇടതിന്റെ ആളുകൾ? ഫീ സമൂമിൻ വഹമീം. ഫീ സമൂമിൻ വഹമീം. അവർ പുകയിലും തീയിലും ചൂടിലുമായിരിക്കും. ആ തീയുടെ പ്രത്യേകത, അത് ഒരുതരം തണൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആ തണൽ എന്ന് പറയുന്നത് പുക കൊണ്ടായിരിക്കും. കറുത്ത പുകകൾ കൊണ്ട് വിരിക്കപ്പെട്ട തണലുകളിലായിരിക്കും അവരുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ ലോസ് ആഞ്ചലസിൽ അതിഭീകരമായ കാട്ടുതീ ഉണ്ടായപ്പോ അതിന്റെ പല ഇമേജുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൂര്യനെ പോലും മറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള കറുത്ത പുകകളായി കാർമേഘം വിടർന്നു നിൽക്കുന്നത് പോലെ ആകാശത്തിന്റെ വിഹായസുകളെ മൂടിക്കൊണ്ട് നിൽക്കുന്ന ആ പുകയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഒരുക്കി വെച്ച നരകത്തിന്റെ ശിക്ഷ അതിനേക്കാൾ ബീഭത്സവും ഭയാനകവും ഭീകരവുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു പറയാണ്, ലാ ബാരിദിൻ വലാ കരീം. ഒരു തണുപ്പോ അല്ലെങ്കിൽ ഒരു മാന്യതയോ
ആ പുകയുടെ തണുപ്പിൽ നിന്ന്, തണലിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ അസ്ഹാബു ശിമാലിന്റെ ചില പ്രത്യേകതകൾ എല്ലാവരും കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അസ്ഹാബു ശിമാലിന്റെ ചില പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്താണ് പ്രത്യേകതകൾ? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ, അവരതിന്റെ മുന്നേ സുഖിച്ചവരായിരുന്നു, എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചവരായിരുന്നു. വകാനൂ യുസ്റൂന അലൽ ഹിൻസിൽ അദീം, മഹാപാതകത്തിൽ ഉറച്ചു നിന്നവരായിരുന്നു അവർ. വകാനൂ യഖൂലൂന, അവർ പറയുകയും ചെയ്തു, അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങളിങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശരീരം ഇങ്ങനെ മണ്ണിനോട് ചേർന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുകയോ, ഞങ്ങളുടെ പൂർവികരായ പിതാക്കളും അതുപോലെ എഴുന്നേൽപ്പിക്കപ്പെടുകയോ. നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിന്റെ വാക്ക് നിങ്ങൾ നോക്ക്, ഈ വാക്കിലുള്ള മുന്നറിയിപ്പിന്റെ സ്വരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളും പിൻഗാമികളും അല്ലാഹു നിശ്ചയിക്കപ്പെട്ട അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. എന്നിട്ടല്ലയോ വഴിപിഴച്ചു പോയവരെ, അല്ലയോ കളവാക്കിയവരെ, സഖൂനിന്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നതാണ്. അതിങ്ങനെ വയറ്റിൽ കിടന്നങ്ങനെ തിളക്കുന്നതാണ്. ഈ സഖൂമിന്റെ വൃക്ഷം എന്ന് പറയുന്നത് പിശാചിന്റെ തല പോലെയുള്ള ഒരു പഴമാണ് അതിലുണ്ടാവുക. അത് ആർത്തിയോടെ നരകവാസികൾ ഭക്ഷിക്കുമെന്നാണ്. അപ്പൊ അവരുടെ വയറ്റിൽ കിടന്ന് അതങ്ങനെ തിളക്കുമെന്നാണ്. ആ തിളക്കിൽ തിളച്ചു മറിയുന്ന അരുവികളിൽ നിന്ന് ഈ പറയുന്ന നരകവാസികൾ കുടിക്കും എന്നാണ്. ദാഹരോഗം ബാധിച്ച ഒട്ടകം കുടിക്കുന്നത് പോലെ ആലോചിച്ചു നിങ്ങൾ. ആ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അതിന്റെ രൂപം പിശാചിന്റെ തല പോലെയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കിടന്നിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ആ തിളക്കൊന്ന് മാറുന്നതിന് വേണ്ടി തിളച്ചു മറിയുന്ന അരുവികളിൽ നിന്ന് അവർ കുടിക്കും. എങ്ങനെയാണ് കുടിക്കുക? ദാഹരോഗം പിടിവെച്ച് ഭ്രാന്ത് ബാധിച്ച ഒട്ടകം വലിച്ചു കുടിക്കുന്നത് പോലെ അവരത് കുടിക്കും. അത് കുടിക്കുമ്പോ എന്താണ് സംഭവിക്കുക? അവരുടെ ആമാശയങ്ങളും അവരുടെ തൊണ്ടയും അവരുടെ വയറുകളും ആ വെള്ളം കീറി മുറിച്ചു കളയുന്നതാണ്. പിന്നീട് അവരത് കുടിക്കാൻ തയ്യാറാകാതിരിക്കുമ്പോ അവരുടെ തലയിലേക്ക് ആ വെള്ളം ഒഴിക്കപ്പെടുകയാണ്. തലയോടികൾ ഉരുകിപ്പോയിട്ടും മരണം സംഭവിക്കാതെ, മരണം എന്ന് പറയുന്ന ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ശിക്ഷയെ കാരുണ്യമായി യാചിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, അല്ലാഹു ഇത് പറഞ്ഞു തരുന്നത് നമ്മെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അഭീകരമായ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമം ഞാനും നിങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നാം മനസ്സിലാക്കുക. ഈ റമദാൻ അതിനുള്ള അവസരമാണ്. ഓരോ കർമ്മങ്ങളുടെ പിന്നിലും സ്വർഗത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ. ഓരോ കർമ്മങ്ങളുടെ പിന്നിലും നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാടുണ്ടാവട്ടെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭിവാഞ്ചയും ആഗ്രഹവും ഉണ്ടാകട്ടെ. ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റിവെക്കുക. ഒറ്റയ്ക്കിരുന്ന് കരയുക. ഈ റമദാൻ മാസത്തിൽ ഒറ്റയ്ക്കിരുന്ന് കരയുക. റബ്ബിനോട് ചെയ്ത തെറ്റുകൾ മുഴുവൻ ഏറ്റുപറയുക. സ്വർഗം നിന്റെ ഔദാര്യത്തിൽ തരണേ എന്ന് കേണ് കരഞ്ഞു പറയുക. നരകത്തിൽ നിന്ന് രക്ഷിക്കണേ റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ടെന്ന് താണുകേണ് അപേക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അതുപോലെ പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിൽ
പിശാചുക്കൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സുവർണ അവസരമാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, റമദാൻ മാസമായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പള്ളിയിൽ വരാത്തവർ പള്ളിയിൽ വരുന്നു, സാധാരണഗതിയിൽ ഖുർആൻ ഓതാത്തവർ ഖുർആൻ ഓതുന്നു, സാധാരണഗതിയിൽ ജമാഅത്തിന് വരാത്തവർ ജമാഅത്തിന് വരുന്നു. എന്തുകൊണ്ടാണ്? ധിക്കാരികളും അഹങ്കാരികളുമായ പിശാചുക്കളെ ബന്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി നടക്കും. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് കൂടുതൽ റമദാൻ മാസത്തിൽ നമുക്ക് പോരാടാനുള്ളത്, യുദ്ധം ചെയ്യാനുള്ളത് നമ്മുടെ നഫ്സിനോടാണ്, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളോടാണ്. നന്നായി പോരാടുക, നന്നായി പടവെട്ടുക. ആത്മനിയന്ത്രണത്തിന്റെ നാളുകൾക്കായുള്ള മുതൽക്കൂട്ട് ഈ പരിശുദ്ധ റമദാനിന്റെ ഒരു മാസത്തിൽ നാം നേടിയെടുത്തിരിക്കണം. ശവ്വാലിന്റെ മാസപ്പിറവി വരുന്നതിന്റെ മുന്നേ തഖ്വയുടെ മുത്തഖികളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിശാച് ആ ബന്ധനത്തിൽ നിന്ന് മോചിതനാവുന്നതിന്റെ മുന്നേ അല്ലാഹു പറഞ്ഞല്ലോ, യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ചതിക്കാതിരിക്കട്ടെ. ആ പിശാച് വരുന്നതിന്റെ മുന്നേ അവന്റെ ചതിയെക്കുറിച്ചും വഞ്ചനയെക്കുറിച്ചും ബോധവാന്മാരായി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും നാം ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിൽ ഈ 3 കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് റമദാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള വെള്ളിയാഴ്ച എന്നത്, ഞാൻ നിങ്ങളോട് വളരെ ഗൗരവത്തിലൊരു കാര്യം പറയട്ടെ. വളരെ പെട്ടെന്ന് കണ്ണ് തുറക്കുന്ന വേഗതയിൽ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ കടന്നു പോകും. ഒരു സംശയമുണ്ട് അക്കാര്യത്തിൽ നിങ്ങൾക്ക്. ഇതേ മിമ്പറിൽ വെച്ച് അവസാനത്തെ ഖുതുബയിൽ നിങ്ങൾ കേൾക്കും, എത്ര പെട്ടെന്നാണ് റമദാൻ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത്, എത്ര പെട്ടെന്നാണ് റമദാൻ നമ്മിൽ നിന്ന് കടന്നു പോയത്. പ്രിയപ്പെട്ടവരെ, റമദാൻ പോകുന്നതിൻ്റെ മുന്നേ അറിയാലോ, എല്ലാ മിമ്പറുകളിലും എല്ലാ പ്രസംഗങ്ങളിലും റമദാൻ ആയിക്കഴിഞ്ഞാൽ പ്രഭാഷകരും പണ്ഡിതരും എടുത്തുദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 ആമീൻ. ആരാണ് ആമീൻ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ദുആ ചെയ്യുന്നത്? ജിബ്രീൽ, മലക്ക് ജിബ്രീൽ, റഈസുൽ മലായിക, മലക്കുകളുടെ തലവൻ, റൂഹുൽ ഖുദുസ്, പരിശുദ്ധമായ ആത്മാവെന്ന് ഖുർആൻ പല സ്ഥലത്തും വിശേഷിപ്പിച്ച ജിബ്രീലാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന പടച്ചറബ് ഒരിക്കലും തള്ളുകയില്ല, ആ പ്രാർത്ഥന ഒരിക്കലും സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. അത്രക്ക് അപകടകരമായ ഒരു പ്രാർത്ഥനയാണത്. അത്രക്ക് ദുരന്തപൂർണമായ ഓരോ മുസ്ലിമിന്റെ ജീവിതത്തിലും വരാനിരിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ് ആ ശാപം അവന്റെ ജീവിതത്തിൽ തട്ടുക എന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ആ പ്രാർത്ഥന? 3 പ്രാർത്ഥനകളാണ്. അതിലൊന്ന്, പരിശുദ്ധ റമദാൻ മാസം കടന്നു വരികയും പാപങ്ങൾ കഴുകിക്കളയാത്ത രൂപത്തിൽ അതിന്റെ 30 ദിനരാത്രങ്ങളും അല്ലെങ്കിൽ 29 ദിനരാത്രങ്ങളും അവനിൽ നിന്ന് കടന്നു പോകുകയും ചെയ്താൽ അല്ലാഹു അവനെ ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞു. അല്ലാഹുവിന്റെ ശാപം നമ്മിലുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ കഴുകിക്കളയാൻ റമദാൻ വരെ കാത്തിരിക്കുന്നത് അത്യന്തം അപകടകരമാണ്, അത്യന്തം അപകടകരം. അതുകൊണ്ട് പാപങ്ങൾ റമദാൻ വരുന്നതിന്റെ മുന്നേ കഴുകിക്കളയുക. എങ്ങനെയാ പാപങ്ങൾ കഴുകിക്കളയുക? തൗബ ചെയ്യുക. വല്ലാഹു യുരീദു അയ്യതുബ അലൈക്കും. അല്ലാഹു ഇഷ്ടമാണ് നമുക്ക് തൗബ നൽകാൻ, നമുക്ക് പശ്ചാത്താപം നൽകാൻ. അല്ലാഹു ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകാം. കരഞ്ഞ് കരഞ്ഞ് ജീവിതത്തിന്റെ സ്വകാര്യതകളിലും ജീവിതത്തിന്റെ സകല മേഖലകളിലും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയുക. അല്ലാഹു, ഞാൻ ചെയ്തത് തെറ്റാണ്, സംഭവിച്ചു പോയി, ഇനി സംഭവിക്കില്ല റബ്ബേ. നിന്റെ അനുസരണക്കെതിരായി ഒരു പ്രവർത്തനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് പുറത്തുള്ള അല്ലാഹ് മാപ്പ് നൽകി റബ്ബേ എന്ന് വായ കൊണ്ടല്ല, നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ട് പറയുക, മനസ്സുകൊണ്ട് പറയുക. അതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോണ്ടല്ലോ ആ ഹൃദയത്തെ കണ്ണുകൾ പിന്തുടരും. അപ്പോഴാണ് കണ്ണ് നിറയുക. ഹൃദയം കൊണ്ട് ആവർത്തിച്ച് അല്ലാഹുവിനോട് പുറത്തുതാ റബ്ബേ, പുറത്തുതാ റബ്ബേ ആവർത്തിച്ച് പറയുമ്പോൾ അറിയാതെ മറ്റവയവങ്ങൾ ആ ഹൃദയത്തെ പിന്തുടർന്നു പോകും. കണ്ണുകൾ, ചുണ്ടുകൾ,
നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ. അപ്പോഴാണ് നാം കരയുക. ഒരു തുള്ളി കണ്ണീര് പടച്ചവന്റെ മുന്നിൽ വീണാൽ പ്രിയപ്പെട്ടവരെ, ഒരു 100 കൊല്ലത്തെ തെറ്റുകളുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അതോടൊപ്പം നമ്മുടെ സഹജീവികളായ, നമ്മുടെ സുഹൃത്തുക്കളായ ആരോടെങ്കിലും എന്തെങ്കിലും അക്രമങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, പോയി സലാം പറയുക, മാപ്പ് ചോദിക്കുക, പൊരുത്തം ചോദിക്കുക. പടച്ച റബ്ബിന് വേണ്ടി താനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇസ്സത്ത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കുക. നമുക്കത് ഓർമ്മയില്ലാത്തതാണെങ്കിൽ അല്ലാഹുവോട് പറയാം, അല്ലാഹുവേ ഞാൻ ആരൊക്കെയോ ഉപദ്രവിച്ചിട്ടുണ്ട്, നാവ് കൊണ്ട്, എഴുത്തുകൊണ്ട്, വാക്കുകൾ കൊണ്ട്, സോഷ്യൽ മീഡിയകളിൽ. ഓർമ്മയില്ല ആരൊക്കെയാണ്. പൊറുച്ചത് അല്ലാഹ്, മാപ്പ് നൽകി റബ്ബേ, നിരുപാധികം എന്റെ പാപങ്ങൾ കഴുകിത്ത അല്ലാഹ്. ഓർമ്മയുള്ളതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരോട് മാപ്പ് ചോദിക്കുക. അതുപോലെ തന്നെ ഹക്കിടപാടുകൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയുന്നത് കൊടുത്തു വിട്ടുക. കൊടുക്കാൻ കഴിയാത്തതാണെങ്കിൽ അവരോട് വിളിച്ചു പറയുക. കടം കൊടുക്കാനുള്ളവർ ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുന്ന സ്വഭാവത്തോടെ നമ്മൾ റമദാൻ മാസത്തിലേക്ക് കടന്നു പോകരുത്. അവരെ അങ്ങോട്ട് വിളിക്കുക. പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, അവധി തരണം. അവർ വളരെ 2 തെറി പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ വേറെ 2 ചീത്ത പറഞ്ഞോട്ടെ, അത് അവരുടെ ഇഷ്ടം. അത് കേൾക്കാൻ നമ്മൾ തയ്യാറാവുക. ആർക്ക് വേണ്ടി? നമ്മുടെ റബ്ബിന് വേണ്ടി, രക്ഷിതാവിന് വേണ്ടി. അങ്ങനെ എല്ലാ ഇടപാടുകളും അവസാനിച്ചിട്ട് റമദാനിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ റമദാനിൽ നമ്മുടെ പണി എന്താണ്? അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ ദറജ കൂട്ടുക എന്നുള്ളതാണ്. പരമാവധി സമ്പാദിക്കുക എന്നുള്ളതാണ്. റമദാനിൽ പാവങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് സമയമില്ല. റമദാനിൽ നാം നടത്തുന്ന ഇസ്തിഗ്ഫാറുകൾ നമ്മുടെ പ്രതിഫലം കൂട്ടാനുള്ളതാണ്. അള്ളാഹുവിന്റെ മക്കളിൽ നിന്ന് സ്ഥാനം കൂട്ടാനുള്ളതാണ്. ആ സ്വർഗത്തിന്റെ 8 വാതിലുകളിലും പ്രാപിക്കാനുള്ളതാണ്. 8 വാതിലുകളും. ഓരോ വാതിലിനും അല്ലാഹു പേര് നൽകിയത് ഓരോ കർമ്മത്തിന്റെ പേരാണ്, അമലിന്റെ പേരാണ്. ബാബുൽ സ്വല, ബാബുൽ സ്വലഖ, ബാബുൽ റയ്യാൻ, ബാബുൽ കാദിമീൻ അൽ ഗൈദ് വൽ ആഫീന അനിൻ നാസ്. ഓരോ വാതിലുകൾ. ആ 8 വാതിലുകളും പ്രാപിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, 7 നരകത്തിന്റെ വാതിലുകളും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമം. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കിച്ച അല്ലാഹ്, ഞങ്ങളുടെ മനസ്സുകളെ നീ ഒരുക്കിച്ച അല്ലാഹ്, ആരോഗ്യത്തോടെ, ആവേശത്തോടെ, ഉന്മേഷത്തോടെ, ആഗ്രഹത്തോടെ നിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകു റബ്ബേ. ഞങ്ങളുടെ ഈമാനിന് കളങ്കം വരുത്തുന്ന തരത്തിലുള്ള സകല ഫിത്നകളിൽ നിന്നും ഷർറുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പുതിയ തലമുറയും നീ കാത്തുരക്ഷിക്കുകയും ചെയ്യും റബ്ബേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.